എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് പിള്ളേരെ വിശേഷം? സുഖം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ നേരിട്ട് കണ്ടിരുന്നു അല്ലെ? നിമ്മി ജോസ് നിങ്ങളിവിടെ അമ്പലത്തിൽ വെച്ച ഒരാളെ കണ്ടത് മനസ്സിലായി കേട്ടോ. നിമ്മി ഒന്ന് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വന്ന് വർത്താനം പറയണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവില്ല, നിങ്ങളെ കാണുന്നില്ലല്ലോ. മൊഡ്യൂൾ 6 എടുക്കാം കേട്ടോ. മൊഡ്യൂൾ 6-ലെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേജ് നമ്പർ ഒന്ന് അറിയാമോ നിങ്ങൾക്ക്? ഓക്കെ. Patient rights and responsibility, chapter 3 കേട്ടോ. പേഷ്യന്റ് റൈറ്റ്സുകള് കെയറിന്റെ അടിസ്ഥാനത്തിലും കോൺഫിഡൻഷ്യാലിറ്റിയുടെ, ഡിഗ്നിറ്റിയുടെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, പ്രിഫറൻസ്, റൈറ്റ് ടു റിട്രസ്, അങ്ങനെ 4 രീതിയിലാണ് അതിന്റെ പേഷ്യൻസിന്റെ റൈറ്റ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഓരോന്നിനും വരുന്നതിന്റെ ടെക്സ്റ്റും വായിക്കുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും കൂടി ഒരുമിച്ച് വെച്ച് നോക്കിയിട്ടായിരിക്കണം പഠിക്കേണ്ടത് കേട്ടോ. കെയറിന്റെ ഭാഗത്ത് വരുന്ന ഏതൊക്കെ റൈറ്റ്സ് ആണ് വരുന്നത് നോക്കാം. പിന്നെ അറിയാലോ, ഓരോ പേഷ്യൻസിനും അവർക്ക് യാതൊരു വിധത്തിലും നിഷേധങ്ങളില്ലാതെ എല്ലാത്തരം ട്രീറ്റ്മെന്റും ലഭിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് അല്ലെ? യെസ്. യെസ്. അപ്പൊ ഈ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഈ റൈറ്റ്സ് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസിന് നമ്മൾ ഈ ഒരു റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോഡ് ഓഫ് എത്തിക്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് The Code of Ethics of Medical and Nursing Council define the duties of the doctors and nurses towards the patients. എന്താണ് മെഡിക്കൽ എത്തിക്സിൽ അവർ പറയുന്നത്? ഒരു പേഷ്യന്റിന്റെ ഡോക്ടേഴ്സും നഴ്സസും എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് പാലിക്കേണ്ടത് അല്ലെ? അവർക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെയുള്ളതാണ് മെഡിക്കൽ കൗൺസിലിന്റെ കോഡ് ഓഫ് എത്തിക്സിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ. അതായത് ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുക്കേണ്ട പ്രത്യേകമായിട്ട് കുറെ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്? മെഡിക്കൽ കോഡ് ഓഫ് എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഡോക്ടേഴ്സും നഴ്സുമാരും രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കോഡ് ഓഫ് എത്തിക്സിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ. യെസ്. പിന്നെ എല്ലാത്തരം
റൈറ്റ്സ് ഉള്ളത്, അതായത് എല്ലാ ഡിഗ്നിറ്റിയോട്, എല്ലാ മാന്യതയോടു കൂടി എല്ലാ പേഷ്യൻസിനും എല്ലാത്തരം അവകാശങ്ങളും കിട്ടണം എന്നുള്ളതും പേഷ്യന്റ് റൈറ്റ്സിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ടീച്ചർ വായിക്കാം. ഏതെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, കേൾക്കാമോ? ഇപ്പൊ പറഞ്ഞ കോഡ് ഓഫ് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വായിക്കുന്നത്. പേഷ്യൻസ് റൈറ്റ്സ് ആർ ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ, പേഷ്യൻസിന്റെ റൈറ്റ്സ് ഫണ്ടമെന്റലി ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? കോഡ് ഓഫ് എത്തിക്സ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് എന്താണ്? The duties of doctors and nurses as define their code of ethics. ആ കോഡ് ഓഫ് എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് നഴ്സും അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് അവർ ചെയ്യുന്നത് കേട്ടോ. കോഡ് ഓഫ് എത്തിക്സ് എന്ന ഭാഗം നോക്കുക. യെസ്, അപ്പൊ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. എ പേഷ്യൻസ് റൈറ്റ്സ് ആർ ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ, എ പേഷ്യൻസ് റൈറ്റ്സ് ആർ ഫണ്ടമെന്റലി ബേസ്ഡ് ഓൺ, എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? The duties of doctors and nurses as defined by their code of ethics. Okay. ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ റൈറ്റ്സിൽ വരുന്നതാണ്. ആദ്യത്തെ കെയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. Patient have a right to receive treatment irrespective of their dash. Patient have a right to receive treatment irrespective of their എന്തൊക്കെയാണ് വരുന്നത്? Type of primary and associated illness, socio-economic status, age, gender, sexual orientation, religion, caste, cultural preference, and linguistic and geographical origin of political affiliations. അതിൽ വരുന്നത് ഒരു പേഷ്യന്റിനെ നമ്മൾ ഇതിന്റെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സ നിഷേധിക്കാൻ പാടുണ്ടോ? ആളുടെ ജെൻഡർ നോക്കിയോ അല്ലെങ്കിൽ കൾച്ചറൽ പ്രിഫറൻസോ സെക്ഷൽ ഓറിയന്റേഷനോ അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നോക്കി അയാൾക്ക് ചികിത്സ നിഷേധിക്കാൻ പാടുണ്ടോ? പാടുള്ളതല്ല. അപ്പൊ ഇതൊന്നും നോക്കാണ്ട് നമ്മൾ എന്താണ് ഇത് ഒരിക്കലും നമ്മൾ എന്താണ് വരുന്ന എന്താണ് പേഷ്യന്റ് ഹാവ് എ റൈറ്റ്, പേഷ്യൻസിന് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്? ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാത്തരം ചികിത്സകൾ ലഭിക്കാനായിട്ടുള്ള റൈറ്റ്സ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഏജ്, ജെൻഡറോ റിലീജിയൻ എന്നായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് കേട്ടോ, ഈ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് അതൊന്ന് പഠിക്കാം. ഇനി കോൺഫിഡൻഷ്യാലിറ്റി എന്നൊരു റൈറ്റ്സിൽ അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന റൈറ്റ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഇൻക്ലൂഡ്സ് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? The right to privacy during examination and treatment. അതായത് അപ്പൊ നിങ്ങളിത് മുഴുവൻ പഠിക്കണം കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഈ റൈറ്റ്സിൽ എന്തെല്ലാം പോയിന്റ്സ് വരുന്നുണ്ട്, ആ പോയിന്റ്സുകൾ ഒന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന എന്തായിരുന്നു? The right to have their medical condition made public. അതല്ല. The right to be treated with stigma and discrimination. അതുമല്ല. The right to be physically neglected. അതുമല്ല. ആൻസർ എന്താണ്? Right to privacy during examination and treatment. ഇതെവിടെ കിടക്കുന്നത്? Privacy during examination and treatment ഉണ്ടോ? മൂന്നാമത്തെ പോയിന്റ് ഉണ്ടോ? യെസ്, അപ്പൊ ഓരോ റൈറ്റ്സിൽ എന്തെല്ലാം ഉൾപ്പെടുത്തുന്നു ഉള്ളതും കൂടി പഠിക്കുക. ഇത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ 3 റൈറ്റ്സ് കണ്ടിട്ട് കൊടുത്തിട്ട് ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ. ഓക്കെ, യെസ്. ഇനി ചില സാഹചര്യത്തില് ചില ചോദ്യങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നൺ ഓഫ് ദി എബോവ് വരാറുണ്ട് അല്ലെ. ചിലപ്പോ എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ആയിരിക്കില്ല ആൻസർ. അപ്പൊ ആൻസർ എന്ത് വരും? നൺ ഓഫ് ദി എബോവ് ആയിരിക്കും ആൻസർ. അങ്ങനെ ഇതുവരെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിലും വന്നിട്ടില്ല. നൺ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷെ മുകളിൽ ഏതെങ്കിലും ഒരു ഉത്തരം ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ചിലതിൽ എന്ത് ചോദിക്കാം? കോൺഫിഡൻഷ്യാലിറ്റി ഇപ്പൊ റൈറ്റ് ചോദിക്കുകയാണെങ്കിലും ഈ റൈറ്റ്സിൽ എല്ലാം മാറ്റി തരാം. എല്ലാം വേറെ ഏതെങ്കിലും റൈറ്റ്സിൽ ചോദിച്ചിട്ട്
എല്ലാം വേറെ ഏതെങ്കിലും റൈറ്റ്സ് ചോദിച്ചിട്ട് നൺ ഓഫ് ദ എബോവ് എന്നായിരിക്കും ആൻസർ. അപ്പൊ ആൻസർ ഏതായിരിക്കും? ആൻസർ ഏതായിരിക്കും? ടീച്ചർ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ ഏതെങ്കിലും റൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ട് ആ റൈറ്റ്സുമായി ബന്ധപ്പെടാത്ത 3 ഓപ്ഷൻസും പിന്നെ ഒരു ഓപ്ഷൻ ഏതായിരിക്കും? നൺ ഓഫ് ദി എബോവ് എന്നായിരിക്കും. അപ്പൊ ആൻസർ ഏതാ പിള്ളേരെ? നൺ ഓഫ് ദി എബോവ് ആയിരിക്കും ആൻസർ കേട്ടോ. അപ്പൊ അങ്ങനെയും പ്രതീക്ഷിച്ചോളൂ നിങ്ങൾ. അങ്ങനെയും ഒരു ചോദ്യം വരാം. ഓക്കെ. യെസ്, മൊഡ്യൂൾ 6 ചാപ്റ്റർ 3 പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. Yes, next question ശ്രദ്ധിക്കുക കേട്ടോ. What information informationമായി ബന്ധപ്പെട്ടതാണ്. What information must be provided to patients to enable them to make informed decisions? What information must be provided to patients to enable them to make informed decisions? നമ്മള് ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് മുൻപായിട്ട് എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ്, അതായത് ആൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ആ പേഷ്യന്റിനോട് നമ്മൾ പറഞ്ഞിരിക്കണം, അയാളുടെ രോഗാവസ്ഥയെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം നമ്മള് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ, only the benefits of the treatment. Only the benefits of the treatment. ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് മാത്രം പറയുന്നു, അത് മാത്രം. സെക്കൻഡ് വൺ എന്താണ്? ഓൺലി ദ റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻ. റിസ്കും കോംപ്ലിക്കേഷൻസ് മാത്രം പറയുന്നു, സെക്കൻഡ് വൺ. തേർഡ് എന്താണ്? റിസ്ക്, ബെനിഫിറ്റ്സ്, എക്സ്പെക്ടഡ് ഔട്ട്കംസ് ആൻഡ് പോസിബിൾ കോംപ്ലിക്കേഷൻസ്. സി, എല്ലാ കാര്യങ്ങളും പറയുന്നു അല്ലെ. റിസ്ക് എന്താണ്, എന്താണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടായിരിക്കും എന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നു. ഓപ്ഷൻ ബി എന്താണ്? ഡോക്ടേഴ്സ് പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. ഡോക്ടർ ഏതെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയും, അതിന് മാത്രം ചൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. നമ്മളൊരു ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ രോഗിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. റിസ്ക്, ബെനിഫിറ്റ്, എക്സ്പെക്ടഡ് ആയിട്ടുള്ള അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ്, ബാക്കി വരാൻ പോകുന്ന പോസിബിൾ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ നമ്മൾ കൺസേൺസ് എടുക്കുന്നു, അയാളുടെ ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ ചോദ്യം? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പേഷ്യൻസിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. What information does, ശ്രദ്ധിക്കുക, what information does a patient have a right to regarding treatment cost? What information does a patient have a right to regarding treatment cost? പേഷ്യന്റിന് തന്റെ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റിനെ കുറിച്ച് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. റഫ് എസ്റ്റിമേറ്റ് വിത്ത് നോ ഡീറ്റെയിൽസ്. ഒരു റഫ് എസ്റ്റിമേറ്റ് നമുക്ക് തരും. ചികിത്സയാണ്, അതിനുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് പോലെ നമുക്ക് തരും നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ എന്താണ്? എ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്രസന്റഡ് ആസ് ഐറ്റം സ്ട്രക്ചർ. ഏതൊക്കെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അതിന്റെയൊക്കെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ തരും. ഓപ്ഷൻ സി എന്താണ്? ഇൻഫർമേഷൻ ഓൺലി ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ഈസ് കംപ്ലീറ്റഡ്. ഒരു ചികിത്സ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന്റെ എത്ര എമൗണ്ട് ആണെന്ന് പറയുള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ അതർ പേഷ്യന്റ്. മറ്റുള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നു. ഏതാണ്? കംപ്ലീറ്റ് ഇൻഫോർമേഷൻ പ്രസന്റഡ് ആസ് ആൻ ഐറ്റം സ്ട്രക്ചർ. ആ ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിരുന്ന കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ്, അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും വരുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ എന്തിലുണ്ടായിരിക്കും? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ടാണ്, അതാണ് നമ്മൾ ആ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നോക്കിയിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും പേഷ്യന്റ് ചൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, യെസ്. ഓക്കെ,
Next one, protection from physical abuse and neglect falls under which patient rights? Protection from physical abuse and neglect falls under which patient right? Physical abuse and പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് പേഷ്യന്റ് റൈറ്റ്സിലാണ് വരുന്നത്? ഈ ഓപ്ഷൻസ് വായിക്കാം ട്ടോ. Right to information, right to care, right to confidentiality and dignity, right to redress. Option C ആണല്ലേ. എന്താണ്? Right to confidentiality and dignity. Okay. Protection from physical abuse and neglect. ഇതുമായി ബന്ധപ്പെട്ട വരുന്ന റൈറ്റ്സ് ഏതാണ്? Right to confidentiality and dignity. Okay. Yes. നമ്മൾ നോക്കുന്നത് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. What is the first responsibility? What is the first responsibility listed for patient? Listed. What is the first responsibility listed for patients? പേഷ്യന്റിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിൾ ആദ്യത്തെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണെന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. To be honest and disclose their full medical history, to question the doctor's qualifications, to bring gift for the medical staff, to arrive late for appointments. ഏതാണ് രോഗി ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കാര്യം? എന്താണ്? ആളുടെ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി ആണ് അല്ലെ. ടു ബി ഓണസ്റ്റ് ആൻഡ് ഡിസ്ക്ലോസ് ദർ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ. നിർബന്ധമായിട്ടും എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് വെളിപ്പെടുത്തേണ്ടതാണ് ആദ്യത്തെ അവരുടെ പേഷ്യന്റിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ട്രീറ്റ്മെന്റ് കംപ്ലൈൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അണ്ടർ ട്രീറ്റ്മെന്റ് കംപ്ലൈൻസ് what is the patient responsibility regarding appointments? അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് പോയിന്റിൽ നോക്കി ആൻസർ കിടപ്പുണ്ട്. പങ്ക്ച്വൽ ആയിരിക്കണം അല്ലെ. IPP പങ്ക്ച്വൽ ഫോർ അപ്പോയിന്റ്മെന്റ്സ് എന്ന പോയിന്റ് കണ്ടോ? അപ്പൊ എങ്ങനെയായിരിക്കണം പേഷ്യന്റ്? ടു ബി പങ്ക്ച്വൽ ആയിരിക്കണം അല്ലെ. അപ്പോയിന്റ്മെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞ ടൈമില് പങ്ക്ച്വൽ ആയിട്ട് തന്നെ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്തുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കംപ്ലൈൻസ്. അത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് രോഗി പാലിക്കേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് വരുന്ന റെസ്പോൺസിബിലിറ്റി കൃത്യ ടൈമിൽ അപ്പോയിന്റ്മെന്റിൽ എത്തിച്ചേരുക, പങ്ക്ച്വൽ ആയിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, yes. Next one, ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി എന്ന റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നോക്കാം. ചോദ്യം, what is the patient responsibility regarding bills and certificate? What is a patient responsibility regarding bills and certificate? Bills സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് പേഷ്യന്റ് അവിടെ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. To ask for bills and false certificate. നമ്മള് അല്ലെങ്കിൽ കള്ളത്തരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചു വാങ്ങിക്കുക. പിന്നെന്താണ്? To refuse to pay for any service. എന്ത് സർവീസ് കൊടുത്താലും അതിന്റെയൊക്കെ പേ നിരസിക്കുക, അതിന് പേ കൊടുക്കാതിരിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. To not ask for false certificate or illegal bills. Then none of the above. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമ്മുടെ ബില്ലും സർട്ടിഫിക്കറ്റുമായി പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? To not ask for false certificate or illegal bills. A ആണോ? B ആണ് ആൻസർ. നമ്മൾ ഒരിക്കലും എന്താണ് ഇല്ലീഗൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ ബില്ലുകളോ ഒന്നും തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങാൻ പാടുള്ളതല്ല. അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അല്ലെ.
യെസ്, നമ്മുടെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പേഷ്യന്റിന്റെ ആ ഒരു ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ത് അത്തരത്തിലുള്ള കള്ള സർട്ടിഫിക്കറ്റ്സുകളും ബില്ലുകളും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ടു നോട്ട് ആസ്ക് ഫോർ ഫോൾസ് സർട്ടിഫിക്കറ്റ് ഓർ ഇല്ലീഗൽ ബിൽസ്. ഇത് നമ്മൾ നോക്കുന്നത് ഇൻഫോംഡ് കൺസേണുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇൻഫോംഡ് കൺസേൺ. A patient's legal right to autonomy and self-determination is enriched within which article of the Indian Constitution? A patient's legal rights to autonomy and self-determination is enriched with which article of the Indian Constitution? ഏത് ആർട്ടിക്കിളാണ് നമ്മൾ ഓട്ടോണമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിച്ചത്? Yes, very good. Article 21. Article 21 of the Indian Constitution. Okay. Option C ആണ് Article 21. Okay. Next question very important ആണ്. In which situation does a doctor not need to get consent for treatment? First ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. In which situation does not need to get consent for treatment? ഏത് സാഹചര്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണ് ഏത് സിറ്റുവേഷൻസിലാണ് ഡോക്ടറിന് കൺസേൺ വേണ്ടാത്തത്, കൺസേൺ സ്വീകരിക്കേണ്ടി വരാത്തത് ഏത് സാഹചര്യമാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. ഫോർ എ റുട്ടീൻ ചെക്കപ്പ്, ഒരു റുട്ടീൻ ചെക്കപ്പ് നടത്തുന്ന സമയത്ത്. പിന്നെന്താണ്? ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ, ഫോർ എനി ഇലക്ടീവ് സർജറി വെൻ ദ പേഷ്യന്റ് ഈസ് എ മൈനർ. ഇതിൽ ഏതിലായിരിക്കുള്ളൂ പേഷ്യന്റിന്റെ കൺസേൺ ഇല്ലാതെ ഡോക്ടർ അത് ചെയ്യുന്നത്? ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻസിൽ കൺസേൺസ് നമ്മൾ നോക്കുന്നില്ല അല്ലെ. യെസ്, ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ കൺസേൺ എടുക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. Next one. The modern legal precedent establishing a patient's right to determine what shall be done with his body. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. Was written in what year? അതായത് ഒരാളുടെ രോഗിയിലെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മള് പേഷ്യൻസിന്, അതായത് എന്താണ് തന്റെ ശരീരത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അവകാശത്തെ കുറിച്ച് നമ്മള് ഏത് ഇയറിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ഇയറിലാണ്? 1940. വെരി ഗുഡ്. 1940ലാണ് അല്ലെ. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗത്താണ്. ആർട്ടിക്കിൾ 21ന്റെ അവിടെ കിടപ്പുണ്ട്. അത് നോക്കണം. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നേരും ടീച്ചർ. ആർട്ടിക്കിൾ 21 ഒക്കെ. Why is informed concern in health important in healthcare? Why is informed concern important in healthcare? Informed concern in healthcare importance ആകാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കാമോ?
It guarantee, first option നോക്കാം, it guarantees a positive outcome for all treatments. It guarantees a positive outcome for all treatments. It eliminates all risk associated with the medical procedure. It eliminates all risk associated with the medical procedures. Option C, it creates trust and reduces the risk for both the patient and doctor. It creates trust and reduces the risk for both the patient and the doctor. It allows the doctor to make all decisions without the patient input. It allows the doctor make all decisions without patient inputs. Option ഏതാണ്? Option B ആണോ? Option B എന്താ പറഞ്ഞ ടീച്ചർ? It eliminates all risk associated with the medical procedures. എന്നൊരു ക്വസ്റ്റ്യൻ, ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, പക്ഷെ അതല്ല ആൻസർ. ഓപ്ഷൻ സി എന്ന് കേട്ട് നോക്കൂ. ഇറ്റ് ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഫോർ ബോത്ത് പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. കുറച്ചുകൂടി എളുപ്പമല്ല അത്? അതല്ല കറക്റ്റ്? ഇൻഫോംഡ് കൺസേൺമെന്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോം ആണ്. മാത്രമല്ല എന്താണ്, എല്ലാത്തരം റിസ്ക് കുറയ്ക്കുന്നതിന് അതോടൊപ്പം തന്നെ എന്താണ്, പേഷ്യന്റിന് ഡോക്ടേഴ്സിന് അതേപോലെ റിസ്ക് കുറയ്ക്കാനായിട്ട് ഇൻഫോംഡ് കൺസേൺസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ ഗസ്റ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഗസ്റ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ടത്. A guest relation officer is customer service oriented. Employees who primarily does what? അത് എന്താന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ questions. Yes, sorry. Question number 51 ശ്രദ്ധിക്കുക കേട്ടോ. Guest relation managers are responsible for maintaining open lines of communication between who? Guest relation managers open line communication ആരൊക്കെ തമ്മിലാണ് കണ്ടക്ട് ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലാണ് നോക്കാം. The hospital and its investors, the doctors and the pharmacy, the staff and the guest or patient, the kitchen staff and suppliers. ആരൊക്കെ തമ്മിൽ ഓപ്പൺ ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് ഗസ്റ്റ് റിലേഷൻ മാനേജർ ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലുള്ളതാണ്? The staff and the guest. ഓപ്ഷൻ സി ആണ്, the staff and the guest or patients. Next one, arranging press, radio and television interviews for management is a task for which department? Arranging press, radio and television interviews for management is a task for which department? Press meetings arrange ചെയ്തത്, radio convocations ഒക്കെ arrange ചെയ്തത് ആരാണ്? Human resource, finance, public relations, medical records. Answer ഏതാണ്? Public relations ആണ് കേട്ടോ. Yes. Option 2. ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ കിടക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ എന്തൊക്കെയാണ്? പ്രസ് മീറ്റ്സിംഗ് അറേഞ്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ്? മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രസ്. ഇതൊക്കെ ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഹൈ ടേൺ ഓവർ ലഭിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഹോസ്പിറ്റലില്?
ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പ്രോഫിറ്റ്സ് ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ആണോ? ഗസ്റ്റ് റിലേഷൻ ഓഫീസ് ആണോ? ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണോ? ഏതായിരിക്കും? PR ആണ് അല്ലെ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. The front office is a department that directly interact with the patients when they dash. The front office is a department that directly interact with the patients when they dash, are discharged, are into the operating room. First, I will receive their final bill. ഏത് സമയത്താണ്? ഫസ്റ്റ് അറിവാണ് അല്ലെ? അതായത് ഓരോ പേഷ്യൻസും എത്തിച്ചേരുന്ന സമയത്ത് അവരെ ഫസ്റ്റ് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ആണ് അല്ലെ? ഫസ്റ്റ് അറിവില് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് കൊടുക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ. Next one. Which of the following is not listed as a key skill for a front office executive? Which of the following is not listed as a key skill for a front office executive? Key skill പെടാത്ത ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രൊഫഷണലിസം, promptness, medical diagnostic skill, teamwork. ഏതായിരിക്കും? ഓപ്ഷൻ സി എന്താണ്? മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സ്കിൽ ആണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് അല്ലെ? ഓക്കെ. ബാക്കി എല്ലാം തന്നെ എന്താണ്? ഫ്രണ്ട് ഓഫീസിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് ആണ്. ഇതൊക്കെയാണ് പ്രൊഫഷണലിസം, പ്രോപ്റ്റ്നെസ് ആൻഡ് ടീം വർക്ക്സ്. ഓക്കെ. ഇനി ഇതല്ലാതെ ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് വന്നതാണ് കേട്ടോ. നമ്മുടെ റൈറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച എ പേഷ്യൻസ് റൈറ്റ് ടു സീക്ക് SEEK. A patient's right to seek a second opinion falls under the category of dash. A patient right to seek a second opinion falls under the category of dash. Options are information, care, redress, preference. നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എന്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്? കെയറിന്റെ ഭാഗമായിട്ടാണോ? റിഡ്രസിന്റെ ആണോ? പ്രിഫറൻസ് അല്ലേ? പ്രിഫറൻസ് നോക്കിയിട്ടല്ലേ എടുക്കുന്നത്? അതായത് ആൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് നോക്കും. എന്നതിന് ശേഷം സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ എടുക്കുന്നു അല്ലെ? യെസ്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലോട്ട് ഒന്ന് നോക്കിയേ. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. ഇതൊന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. ഈ ടേൺ ഓവറിന്റെ ആ ഒരു എന്താ പറയാ റിസർച്ചിന്റെ അത് വേണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് നോക്കി വെക്കുക. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് പബ്ലിക് റിലേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ മൂന്നാമത്തെ പോയിന്റ് വേണമെന്നില്ല. മൂന്നാമത്തെ പോയിന്റ് വേണ്ട. ബാക്കിയെല്ലാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ പബ്ലിക് ഒപ്പീനിയൻ, പിന്നെ എന്താണ് voluntary efforts and community consistency attendance patients, donations, letters to editors and video opinion. അത്ര ഒന്ന് ഓർത്ത് വെച്ചേട്ടോ. ഞാൻ ചോദിച്ചാലോ? ഓക്കെ. ഇനി ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഏത് റൈറ്റ്സിന്റെ അണ്ടറിൽ വരാമെന്ന് നോക്കാം കേട്ടോ. A patient has the right to information on hospital rules and regulation.
This falls under the right to. A patient has to right to information and hospital rules and regulations. ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിയാനായിട്ട് നമ്മൾ ഏത് റൈറ്റ്സിലാണത് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയുന്നത്? കെയറിലാണോ, ഇൻഫർമേഷൻ ആണോ, പ്രിഫറൻസ് ആണോ, റിട്രസ് ആണോ? ശ്രദ്ധിച്ച്, ഇൻഫർമേഷൻ, ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. അപ്പൊ ഏത് കാറ്റഗറിയിൽ വരും? വിവരം അറിയാനാണ് അല്ലെ? കെയർ ആണോ, ഇൻഫോർമേഷൻസിലാണ് വരുന്നത് കേട്ടോ. അതാണ് നിങ്ങളുണ്ടോ? ലാസ്റ്റ് പോയിന്റിന് തൊട്ട് മുൻപ് പേഷ്യന്റ് ഹാവ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഓൺ ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തിലാണ് വരുന്നത്? ഇൻഫോർമേഷൻ എന്ന റൈറ്റ്സിലാണ് വരുന്നത് കേട്ടോ. യെസ്. അതേപോലെ ഇങ്ങനെ ചോദിക്കാം, ഇൻഫോർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറയാൻ പോകുന്ന റൈറ്റ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് അതും ചോദിക്കുക കേട്ടോ. ഓർഗൻ ഡൊണേഷൻ ഒക്കെ ഇൻഫോർമേഷൻസിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഇതുപോലെ ഏത് റൈറ്റ്സിൽ വരുന്നതെന്ന് നോക്കാം. എ പേഷ്യന്റ് ഹാസ് ടു റൈറ്റ് ടു അപ്പീൽ എ കംപ്ലൈന്റ് ഔട്ട്കം ടു എ ഹയർ അതോറിറ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ. ദിസ് പാർട്ട് ഓഫ് ദ റൈറ്റ് ഈസ് ഡാഷ്. ഓക്കെ, അറിയാലോ എന്താണ് എന്തെങ്കിലും പരാതികളുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന്? റെഫറൻസ്, ഇൻഫർമേഷൻ, കെയർ, റിട്രസ്. ഏതാണ്? റിട്രസ് ആണ് കേട്ടോ ആൻസർ. ഓക്കെ, എ പേഷ്യന്റ് ഹാസ് ടു റൈറ്റ് ടു അപ്പീൽ എ കംപ്ലൈന്റ് ഔട്ട്കം എ ഹയർ അതോറിറ്റി. ഓക്കെ, അത് റിട്രസ് ആണ് വരുന്നത് കേട്ടോ. ബാക്കി തന്ന ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. റൈറ്റ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നമ്മളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ റൈറ്റ്. നമ്മൾ അതിൽ ഒരു WHO ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ലേ, അതൊന്ന് നോക്കിയേക്കാം കേട്ടോ. അതിൽ WHO ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. എവിടം വരെ ആയപ്പോ പഠിച്ചു നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ? എത്ര ചാപ്റ്ററുകൾ കവർ ചെയ്തു? ഇരുന്നോ പഠിക്കാൻ? ഇരുന്നിട്ടില്ല. ഇനി എപ്പോഴാ ഇരിക്കുന്നേ? നല്ലോണം റിവിഷൻ കിട്ടുന്നുണ്ട്. നല്ല മാർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. റിവിഷൻ കുറച്ച് ക്ലാസ്സുകളായിട്ടൊക്കെ കിട്ടുന്നില്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? നല്ല മാർക്ക് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? റിവിഷൻ ചെയ്യുന്നത് നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്. The need of a disaster, question ശ്രദ്ധിക്കാം. The need of a disaster affected community depend on which of the following factors? The need of a disaster affected community depend on which of the following factors? Options ശ്രദ്ധിക്കാം. The type of disaster, the resource of the community, the degree of preparedness, all of the above. Yes, all ആണല്ലേ. ഒരു ഡിസാസ്റ്റർ അഫക്റ്റഡ് കമ്മ്യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ്, ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ വരുന്നുണ്ട്, റിസോഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി വരും, അതുപോലെ എന്താണ് ഡിഗ്രി ഓഫ് പ്രിപ്പയർഡ്നെസ്. 3 പോയിന്റ്സ് ഓർക്കുക കേട്ടോ. ഓൾ ഓഫ് ദ ആണ് ആൻസർ വരുന്നത്.
which entities play a central role in planning and management of health service for disaster on an area-wide basis? Which entities play a central role in the planning and management? അതായത് ഡിസാസ്റ്ററിന്റെ സർവീസസിന്റെ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ചെയ്യുന്ന അതോറിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെൻട്രൽ റോൾ വഹിക്കുന്ന അതോറിറ്റി ഏതാണ്? ഒന്ന് ഇന്റർനാഷണൽ റിലീഫ് ഏജൻസി ഉണ്ട്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് അതോറിറ്റി ഉണ്ട്, പ്രൈവറ്റ് കോർപ്പറേഷൻസ് ഉണ്ട്, നാഷണൽ മിലിറ്ററി. ഏതാണ് വരുന്നത്? ഡിസ്ട്രിക്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് അതോറിറ്റീസ് കേട്ടോ. സെൻട്രൽ റോള് വഹിക്കുന്ന പ്രധാന അതോറിറ്റിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്ററിന്റെ പ്ലാനിങ്ങും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് district medical and the health authorities. Okay. A minute. The disaster is a serious problem that causes dash loss. Disaster എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അത് എന്തിനൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ലോസസ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാരണങ്ങളാണ് അത് ലോസ് ഉണ്ടാക്കുന്നത്? എന്തിനൊക്കെ ആയിരിക്കും? Disaster is a serious problem that causes എന്തൊക്കെയാണ്? ഹ്യൂമൻ, മെറ്റീരിയൽ, എൻവയോൺമെന്റ്, all of the above. അല്ലെ? എല്ലാത്തിനെയും അഫക്ട് ചെയ്യുന്നില്ലേ? എല്ലാത്തിനും കാരണമാകുന്നില്ലേ? ഓക്കെ. യെസ്. Then dash is not an example of natural disaster. Dash is not. ഈ നോട്ട് എന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. Dash is not an example of natural disaster. Options ശ്രദ്ധിക്കാം. Earthquake, tsunami, armed conflict, hurricane. ഏതാണ്? നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലാത്തത് ഏതാണ്? ആർമഡ് കോൺഫ്ലിക്ട്സ് ആണ്, അല്ലെങ്കിൽ റൈറ്റ്സ് എന്നായിരിക്കും, കമ്മ്യൂണൽ റൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. യെസ്. യെസ്. നമുക്ക് ഈ ഒരു PG-യിൽ നമ്മൾ പഠിച്ച 3 ഡിസാസ്റ്റർ ഫേസസുകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ ഡിസാസ്റ്റർ ഫേസസ് ആണ് നമ്മൾ നോക്കിയത്? അലർട്ട് ഫേസ് ഉണ്ട്, പ്രീ ഡിസാസ്റ്റർ ഫേസ് ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് അല്ലെ? റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. അപ്പൊ 3 ഫേസസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് ഓൾ ഓഫ് ദ ആയിരിക്കും വരുന്നത്. ഇമ്പാക്ട് ഫേസ് ഉണ്ട്, ഇമ്പാക്ട് ഫേസസ് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഈ ഡിസാസ്റ്റർ പ്ലാനിങ്ങിലെ പോസ്റ്റ് ഇമ്പാക്ട് ഫേസിന് എല്ലാ ഫേസസുകളും ഒന്ന് നോക്കാം. അതിൽ നമുക്ക് 4 ഓപ്ഷനിൽ 3 ആയിരിക്കും ചിലപ്പോൾ തരുന്നത് അല്ലെ? അല്ലെങ്കിൽ ഓൾ ഓഫ് ദ പോകുന്ന ആൻസർ ആണെങ്കിൽ അതിലേതാണെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും തരാം. ഓക്കെ. ഇനി ഓർഡർ അനുസരിച്ച് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. ഇനി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഏതൊക്കെ കീ പേഴ്സണൽസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കീ പേഴ്സണൽസ് ആരൊക്കെയാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ കാഷ്വാലിറ്റി ഓഫീസർ, സർജൻ, ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ടോ കീ പേഴ്സണൽ ആയിട്ട്? മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടോ? മെഡിക്കൽ കാഷ്വാലിറ്റീസ് ഓഫീസർ ഉണ്ടോ? സർജൻസ് ഉണ്ടോ? ഓൾ ഓഫ് ദ എബോവ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ് ആൻസർ. എല്ലാ കീ പേഴ്സണൽസും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഡിസാസ്റ്റർ കമ്മിറ്റിയില് അല്ലെങ്കിൽ ഡിസാസ്റ്ററിൽ കീ പേഴ്സൺസ് ആയിട്ട് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നമ്മള് അവിടെ ട്രയേജ് എന്നൊരു ഭാഗം പഠിച്ചപ്പോ അത് ട്രയേജ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രയേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഫ്രഞ്ച് വേർഡാണ് അല്ലെ? ടു സോർട്ട്. അതൊന്ന് ഓർക്കണേ. ടു സോർട്ട് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ അതിൽ നമ്മള് കളർ ടാഗുകൾ പഠിച്ചു. അതേപോലെ തന്നെ ട്രയേജ് അനുസരിച്ച് നമ്മള് കാറ്റഗറി ചെയ്യുന്നതിന്റെ
കാറ്റഗറി 1, 2, 3 എന്നുള്ള കാര്യങ്ങളില്ലേ അത് പഠിച്ചതൊന്ന് നോക്കാം. ഓക്കെ, ഗൈഡുള്ളവർ ഗൈഡുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, ടെക്സ്റ്റ് പ്ലസ് ടെക്സ്റ്റ് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, okay, next one. Triage process can only be entrusted to a highly experienced dash. ട്രയേജ് പ്രോസസ്സ് ആരാണ് ഏറ്റവും കൂടുതൽ ഇത് കൈകാര്യം ചെയ്യുന്നത്? ട്രയേജ് എന്ന പ്രക്രിയ എങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ ശ്രദ്ധിക്കാം കേട്ടോ. വാർഡ് ക്ലർക്സ്, ഹൈലി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ആരൊക്കെയാണത്? വാർഡ് ക്ലർക്ക്, അറ്റൻഡേഴ്സ്, ഫിസിഷ്യൻ, സർജൻ. ആരായിരിക്കും? ആരാണ്? രണ്ടും ഒരുമിച്ചാണല്ലോ പറഞ്ഞത്. ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് ആണ്. അവരാണ് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത്. അവരായിരിക്കുമല്ലോ ട്രയേജ് പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്, ഞാൻ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞാൽ ഒരുമിച്ചൊന്ന് പറഞ്ഞാണ് കേട്ടോ. നമ്മള് ന്യൂമോതൊറാക്സും ഹീമോതൊറാക്സും ഏത് കാറ്റഗറി നമ്പറിലാണ് നോക്കുന്നത്? ഏത് കാറ്റഗറി നമ്പറിലെ ട്രയേജിൽ വരുന്നതാണത്? ന്യൂമോതൊറാക്സും ഹീമോതൊറാക്സും കാറ്റഗറി 2, 3 ഏതാണ്? കാറ്റഗറി 1. ഓക്കെ, വെരി ഗുഡ്. കാറ്റഗറി 1 ആണ് കേട്ടോ. ഇനി സെക്കൻഡ് ഡിഗ്രി ബേൺസ് ഒക്കെ ഉൾപ്പെടുന്നത് ഏത് കാറ്റഗറിയിലാണ്? സെക്കൻഡ് ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി ബേൺസ് ഒക്കെ ഉൾപ്പെടുന്നത് ഏതിലാണ്? ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? കാറ്റഗറി 2 ആണോ? നിങ്ങൾ പി ജിയിൽ ഏതാ പഠിച്ചത്? ത്രീ ആണോ 2 ആണോ? നോക്കണോട്ടോ അതാ. കാറ്റഗറി 3 ആണ് കേട്ടോ, 2 അല്ല, 3 ആണ്. പിന്നെ നമ്മൾ അതിൽ കുറെ ഒരു ദുരന്തങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ടായില്ലേ? ഓരോ ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ട്രാജഡി എന്നൊക്കെ പറഞ്ഞ പേരുകളും കൂടി ഒന്ന് നോക്കിയേക്കണേ. എങ്ങാനും ചോദിച്ചാലോ സുനാമി എഫക്ട് ചെയ്ത ഏരിയ ഏതാണ് എന്നൊന്ന് ചോദിച്ചാലോ അത് നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, മൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഡിസാസ്റ്ററിന്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.